നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ടിൻഡു കുട്ടപ്പൻ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. 16 വർഷത്തിനു ശേഷം വിശ്വകിരീടം സ്പാനിഷ് മണ്ണിലേക്ക് അർമാദിച്ച് ലാ റോജ. 120 മിനിറ്റ് വരെ നീണ്ട മത്സരത്തിൽ സ്പെയിൻ വിശ്വകിരീടം ചൂടി. പുരുഷ വനിതാ ഫുട്ബോൾ ലോകകപ്പോൾ ഒരേ സമയം നേടുന്ന ആദ്യ ടീമായി സ്പെയിൻ. 16 വർഷത്തിന് ശേഷം സ്പാനിഷ് മണ്ണിലേക്ക് കനക കിരീടം എത്തുകയാണ്. രണ്ടാം തവണയാണ് സ്പെയിൻ ലോകകപ്പ് നേടുന്നത്. ഫൈനലിൽ കടന്ന 2 തവണയും വിജയികളായി എന്ന നേട്ടവും സ്പെയിൻ സ്വന്തമാക്കി. 2010 മുൻപ് സ്പാനിഷ് പട ലോകകപ്പ് ജേതാക്കളായത്. ഇത്തവണ ശക്തരായ അർജന്റീന എതിരാളികളായി എത്തിയെങ്കിലും മത്സരത്തിൽ ഒരു നിമിഷം പോലും കനത്ത വെല്ലുവിളി ഉയർത്താൻ അവർക്കായില്ല. മത്സരത്തിന്റെ ചിത്രത്തിലെ അർജന്റീന ഉണ്ടായില്ല. മത്സരത്തിന്റെ തുടക്കം മുതൽ സ്പാനിഷ് തേരോട്ടമായിരുന്നു. 20 തവണയാണ് അർജന്റീനിയൻ ഗോൾ മുഖത്ത് സ്പെയിൻ വെല്ലുവിളി ഉയർത്തിയത്. നിതിൻ രാജിന്റെ മരണം ഒടുവിൽ മുഖ്യപ്രതി ഡോക്ടർ MK റാം അറസ്റ്റിൽ. ദന്തൽ കോളേജ് വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണത്തിൽ മുഖ്യപ്രതിയായ ഡോക്ടർ MK റാം പിടിയിൽ. കുടകിൽ നിന്നാണ് ഡോക്ടർ റാമിനെ പിടികൂടിയത്. ഇയാളെ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ച് ചോദ്യം ചെയ്തു വരികയാണ്. നേരത്തെ റാമിനെ തേടി അന്വേഷണ സംഘം ആന്ധ്രയിലെ ചിറ്റൂരിൽ എത്തിയിരുന്നു. എന്നാൽ റാം അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. കേസിൽ മാസങ്ങൾക്ക് ശേഷമാണ് റാമിനെ പിടികൂടുന്നത്. സുപ്രീം കോടതി വരെ മുൻകൂർ ജാമ്യം തള്ളിയതോടെയാണ് റാം ഒളിവിൽ പോയത്. താടി വെച്ച് രൂപം മാറിയാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞതെന്നാണ് പോലീസ് കണ്ടെത്തി. അന്നം മുടക്കിയില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണവുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രതികരണവുമായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അന്നം മുടക്കിയതല്ലെന്നും ആലപ്പുഴയിൽ സ്ഥലം കയ്യേറിയതിൽ ഇടപെട്ടതാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. ആലപ്പുഴയിൽ സ്ഥലം കയ്യേറ്റത്തെ കുറിച്ച് പരാതി കിട്ടി. കമ്മ്യൂണിറ്റി കിച്ചൺ ആശുപത്രി വികസന സമിതി തീരുമാനിച്ചതാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ നിലവിൽ ആലപ്പുഴയിൽ മാത്രമായിരിക്കും. മറ്റ് ആശുപത്രിയിൽ ആലോചിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. FCRA അടക്കം 6 ബില്ലുകൾ അവതരിപ്പിക്കാൻ സർക്കാർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. FCRA നിയമ ഭേദഗതി അടക്കം 6 ബില്ലുകൾ ഈ സമ്മേളന കാലത്ത് അവതരിപ്പിക്കും. വന്ദേ മാതരത്തെ അധിക്ഷേപിച്ചാൽ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ബില്ല് ഇന്ന് രാജ്യസഭയിൽ അമിത്ഷാ അവതരിപ്പിക്കും. പ്രതിപക്ഷത്തെ ഭിന്നതയ്ക്കിടെ കോൺഗ്രസ് വിളിച്ച ഇന്ത്യ സഖ്യയോഗം ഇന്ന് രാവിലെ ചേരും. അയോധ്യ നീറ്റ് ക്രമക്കേടടക്കം വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകും. 3-2 ഭൂരിപക്ഷത്തിനായി 360 പേരുടെ പിന്തുണ സമ്മേളനത്തിൽ ഉറപ്പാക്കാനുള്ള നീക്കം BJP ഇനിയും ഉപേക്ഷിച്ചിട്ടില്ല. സ്പെയിനിന്റെ ലോകകപ്പ് വിജയം ആഘോഷമാക്കി പലസ്തീനി ജനത. പലസ്തീൻ ജനതയ്ക്ക് സ്പെയിൻ നൽകിയ പിന്തുണ മുൻനിർത്തി അർജന്റീനയ്ക്കെതിരായ സ്പാനിഷ് ദേശീയ ടീമിന്റെ ലോകകപ്പ് വിജയത്തെ മധ്യ ഗാസയിലെ പലസ്തീനികൾ ആർത്തുവിളിച്ചാണ് വരവേറ്റത്. 2026 ഫിഫ ലോകകപ്പ് ഫൈനൽ കാണാൻ മധ്യ ഗാസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ കഫേളികളിൽ പലസ്തീനുകൾ ഒത്തുകൂടിയിരുന്നു. അർജന്റീനയെ പരാജയപ്പെടുത്തി സ്പെയിൻ കിരീടം ചൂടിയതോടെ അവർ ഒന്നടങ്കം ആഹ്ലാദ പ്രകടനവുമായി രംഗത്തെത്തി. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.